ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് കൂട്ടുകാർ നമ്മളെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അവരോടെല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് അറിയിക്കാൻ കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ, പിന്നെ എന്താ പറയുക, ഇന്നെ അറിയുന്ന കുറേ ആൾക്കാർ എന്നെ ചോദിക്കലുണ്ട് കേട്ടോ, ഈ ഇപ്പോൾ വീഡിയോ ഇടലില്ലേന്ന്. ഞാനാണെന്നുണ്ടെങ്കിൽ എന്നും വീഡിയോ ഷോർട്ടായിട്ടും ലോങ് ആയിട്ടൊക്കെ നമ്മൾ ഒരു ഇതിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഈ ഒരു യൂട്യൂബ് കൊണ്ട് എനിക്ക് കിട്ടണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെയാണ് കേട്ടോ ഞാൻ എന്നും ഈ വീഡിയോ എടുത്ത് ഇടുന്നത്. കാരണം വീഡിയോ നമ്മൾ ഇട്ടാലും അതിൽ എത്രത്തോളം വ്യൂ വരുന്നോ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുള്ളൂ. എൻ്റെ ചാനൽ മോണിറ്റൈസേഷനൊക്കെ ആയി എന്നുള്ളത് നമ്മൾ സ്ഥിരം കാണുന്ന ആളുകൾക്കറിയാം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് വരെ ആദ്യമായിട്ടുള്ള ഇതിൽ നിന്നൊരു വരുമാനം കിട്ടിയിട്ടില്ല. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നല്ല വ്യൂവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് വരുമാനം ഒന്ന് കയറി കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട്, സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന ആളുകളോട് നമ്മൾ ഇങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണ കൂട്ടത്തിൽ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകുന്ന ആ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, ആ ബെല്ലൈക്കണും ഒന്ന് നെക്കി ഓൾ എന്ന ഓപ്ഷൻ നെക്കിയാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക. ഇന്നെ അറിയുന്ന ആൾക്കാർ തന്നെ ഇതിനോട് ചോദിക്കലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞു പോയ കൂട്ടത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടന്നു പോയില്ലേ. എന്താണെന്ന് ഇനി നമുക്ക് അങ്ങോട്ട് പറയാം. ഇന്നാണെങ്കിൽ നല്ല മഞ്ഞും തണുപ്പും ഉള്ള ഒരു ദിവസം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ മക്കളെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചിട്ട് പിന്നെ ഇരിക്കാൻ തന്നെ നിന്നിട്ടില്ല. കുട്ടികളാണെങ്കിൽ 6:30 ആകുമ്പോഴത്തേക്കും ഓർക്ക് വണ്ടി വരികയും ചെയ്യും. ആ ഒരു സമയത്തൊക്കെ ഇപ്പം ഭയങ്കര ഒരു ഇരുടായതുകൊണ്ടേ ഇക്ക നടക്കാൻ പോകുന്ന സമയത്ത് ഓരേം കൊണ്ട് തന്നെയാണ് കേട്ടോ പോവല്. മേലേക്ക് പോയി ഓരോ വണ്ടി കയറ്റി വിട്ടിട്ടാണ് പോവാറ്. അതുകൊണ്ട് പിന്നെ ഒരു സമാധാനമാണ് കേട്ടോ. രാവിലെ വെളിച്ചം വെച്ച് വരുന്നല്ലേ ഉള്ളൂ എന്നുള്ള ആ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ട് ഇന്ന് ഇരുന്നിട്ട് തന്നെ ഇല്ല കേട്ടോ. ഇന്ന് ഞാൻ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് ഒറ്റക്ക് തന്നെ ഉരുട്ടി ഉണ്ടാക്കി എടുക്കണ്ടേ. അതുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു വരുമ്പോഴേക്കും ചായയും കടിയൊന്നും ആവൂല. അതുകൊണ്ട് വേഗം ഒന്ന് പൊടിയൊക്കെ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് അടുപ്പം തന്നെയൊക്കെ ഒന്ന് അടിച്ചു വാരി ഒക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ചെറിയ ചുള്ളലും ചകിരിയും ഒക്കെ ഇട്ടിട്ട് നമ്മളെ തീ കത്തിച്ചിട്ട് സാധാരണ പോലെ തന്നെ വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ വേഗം പൊടിയൊക്കെ ഒന്ന് ഇളം ആ ഒരു പെരും ചൂട് അങ്ങോട്ട് പോയതിൻ്റെ ശേഷം അതൊക്കെ ഒന്ന് കുഴച്ചെടുത്ത് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തടവിയിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുത്തിട്ട് ഞാനിതാ കുഞ്ഞിപ്പത്തിരിക്കുള്ളതൊന്ന് ഉരുട്ടി പരത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ചൊറപ്പത്തിരി എന്നൊക്കെ പണ്ടുള്ള ഒരു പേര് പറയും. എന്താണാവോ, പിന്നെ തീരാത്തയും കൊണ്ടായിരിക്കൂലേ. ഈ ചെറുതിനെ ഉരുട്ടി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ പേര് വന്നിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനത്തെ കടിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ കുറേ ആൾക്കാർ ഇതിങ്ങനെ കുഴക്കാനും ഉരുട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണല്ലേ. കഥയും പറഞ്ഞ് അങ്ങനെ ഉരുട്ടി ഉണ്ടാക്കി എടുക്കാമല്ലോ. എന്തായാലും ഇവിടെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളതിന് മക്കളുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിന് കൂടി തരാൻ. പിന്നെ നമ്മൾ ഉണ്ടാവുന്ന സമയത്തല്ലല്ലോ അപ്പോൾ ഇതൊന്നും ചെയ്യുക. അങ്ങനെ ഞാൻ ഗ്യാസുമ്മേ തന്നെ അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കൊക്കെ പുറത്തേക്ക് നല്ലൊരു വെട്ടവും വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വേഗം ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. വെള്ളം പൈപ്പിലുള്ള ആ ഒരു സമയത്ത് തന്നെ വേഗം അലക്കാനുള്ളതൊന്ന് മെഷീനിലിടാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളവിടെ ചിലപ്പോൾ ഉണ്ട് വെള്ളത്തിന് പൈപ്പിൽ വെള്ളം ഒന്ന് നിൽക്കണ ഒരു സ്വഭാവം. അത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അലക്കലും പരിപാടിയും ഒന്നും നടക്കൂല. പിടിച്ചു വെച്ച വെള്ളം കൊണ്ട് അലക്കാൻ നിന്നിട്ടുണ്ടെങ്കിലേ കാര്യം നടക്കൂല. ചിലപ്പം പൈപ്പ് പൊട്ടലോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം 1-2 ദിവസമൊക്കെ വെള്ളം ഇല്ലാതെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ പൈപ്പിൽ വെള്ളമുള്ള ആ ഒരു സമയം നോക്കിയിട്ട് തന്നെ വേഗം അലക്കാനുള്ള തുണികളൊക്കെ ഒന്ന് മെഷീനിലിടുകയാണ് കേട്ടോ. കടി അവിടുന്ന് വേവുന്ന സമയത്ത് കൊണ്ട് തന്നെ എന്തായിക്കോളും, തിരുമ്പാനുള്ളത് ഇവിടെ നടന്നോളും. അപ്പം ഇതിൻ്റെ ഇടയിലിടയിലേ നമ്മൾ രാവിലെ ഒന്ന് തീർത്തിട്ട് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിൽക്കരുത് കേട്ടോ. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്കും ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടേ.
എപ്പോഴും ഇങ്ങനെ പെരൻ്റെ ഉള്ളിൽ പണിയെടുത്ത് നിന്നാൽ പറ്റൂലല്ലോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഓരോരോ ഗ്യാപ്പ് കിട്ടുന്ന ആ ഒരു സമയത്ത് ഞാൻ ഓരോരോ പണികൾ എന്താണെന്ന് ആ ഒരു സമയത്ത് എടുക്കാൻ പറ്റുകയെന്ന് വിചാരിച്ചാൽ വേഗം പോയിട്ട് ആ ഒരു പണികളൊക്കെ ഒന്ന് എടുത്ത് തീർക്കും കേട്ടോ. ഞാൻ അങ്ങനെ അലക്കാനുള്ളത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കല്ലിൽ അലക്കാനുള്ളത് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് അലക്കലാണ് കേട്ടോ. പിന്നെ അത് നമ്മളെ കുഞ്ഞിപ്പത്തയിലൊക്കെ ഒന്ന് വെന്ത് ഒന്ന് ആവി ചൂട് കുറയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ അത് അതിലേക്കുള്ള ഒരു അരപ്പ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനിതാ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയൊരു തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, പിന്നെ ഒരു ഇത്തിരി ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ബീഫ് ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബീഫ് മസാല ഇട്ട് കൊടുത്താലും മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. മക്കളൊക്കെ കഴിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം നമുക്കൊരു അങ്ങനെ ഞാൻ മാവല്ല തേങ്ങേൻ്റെ അരപ്പൊക്കെ ഒന്ന് അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേഗം വറവിട്ടെടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ അരപ്പ് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഒരു ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല ബീഫ് കറിയും കൂടെ വേണേനൂന്ന് തോന്നിപ്പോയിട്ടോ. കഴിക്കുമ്പോൾ ഓരോരുത്തർ വന്ന് അതിൻ്റെ ഇടയിൽ ടേസ്റ്റ് നോക്കിയൊക്കെ പോവണുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പോവാനുള്ള ആൾക്കാരൊക്കെ ഓരോരോ ഭാഗത്ത് കൂടെ ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും നാസിമോനും തന്നെയാണുള്ളത്. ഓന് പിന്നെ അനിയൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് താഴെ. അപ്പോൾ ഓരോ കൂടെ അങ്ങനെ കളിച്ചൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ എല്ലോടും ഒന്ന് വൃത്തിയാക്കി വന്നിട്ടുണ്ട്. മൊത്തത്തിൽ അങ്ങ് മുതൽ ഇങ്ങ് വരെ വൃത്തിയാക്കി ഒതുക്കി പെറുക്കി എടുത്ത് ഒന്ന് അടിച്ചു വാരി ഇടുകയാണ്. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൂട്ടിയിട്ടിട്ടുണ്ട്. അലക്കാനുള്ള തുണികൾ അലക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടി തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ വരുമാനം കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കണത് തന്നെയാണ്. നമ്മളെ വീഡിയോയിലൂടെ തന്നെ ഞാനത് അറിയിക്കുന്നതാണ് കേട്ടോ. ഏകദേശം കിട്ടാനുള്ള ആ ഒരു ഇതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോകൾക്ക് നല്ല വ്യൂ വന്നാലാണ് അതിൽ നിന്ന് നമുക്ക് $1 കയറുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുന്ന ആൾക്കാരോട് തുടർന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്നതിനനുസരിച്ചിട്ട് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ കേട്ടോ. എന്നാലും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായി ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ എവിടെയാണ് സ്ഥലം എന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. ഞങ്ങൾ വയനാട്ടിലാണ്. വയനാട് ബാവലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ വീട് മീനങ്ങാടിയാണ്. പിന്നെ ഇക്കാനെ കുറിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതിൻ്റെ മുന്നേ ഉള്ളവർക്കൊക്കെ എന്തായാലും അറിയണതാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. ഇനിയിപ്പോൾ എപ്പോഴും ഇതന്നെ പറയാമെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം നമ്മളൊരു ഇതിലേക്ക് ഒരു ഫാമിലി പോലെ നമ്മളൊരു കൂട്ടിലേക്ക് വരുന്ന ആൾക്കാരാണല്ലോ നമ്മളോടത് ചോദിക്കുക. അപ്പോൾ ഓരോ ചോദ്യത്തിനുള്ള മറുപടിയും നമ്മൾ കൊടുക്കണമല്ലോ. അപ്പം ഇക്കാക്ക് പറഞ്ഞാൽ നമുക്ക് ജീപ്പുണ്ട്. അപ്പോൾ ടാക്സി ജീപ്പാണ്, അതിൽ പോവുന്നുണ്ട്. പിന്നെ ഭക്ഷണം വെക്കാൻ പോവാറുണ്ട് കേട്ടോ. അവർ ഏട്ടന്മാരും അനിയന്മാരെല്ലാവരും ഹോട്ടൽ പണിയും ഫുഡിൻ്റെ കല്യാണ പുരക്കൂടൽ അങ്ങനത്തെ പരിപാടികൾക്ക് ഭക്ഷണം വെക്കാനും പോവലുണ്ട്. അപ്പോൾ അതുതന്നെയാണ് പണി കേട്ടോ. പിന്നെ വീട് പണി തുടങ്ങുന്നില്ലേ, അതുപോലെ എന്താണ് ഇങ്ങനത്തെ വീട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. വീട് പണി തുടങ്ങുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഇപ്പം തീരുമാനം നിലവിലായിട്ടൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് പിന്നെ ഈ ഒരു വർഷമെങ്കിലും നോമ്പൊക്കെ കഴിഞ്ഞിട്ടെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വീട് പണി തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരെയും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഒരുപാട് ആൾക്കാർ നമ്മൾ അറിയുന്നവരും അറിയാത്തവരൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വേഗം ഒരു വീടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ അടിച്ചു വാരലും പാത്രം കഴുകലും തുടക്കലും പണികളൊക്കെ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ചോറും കറിയും ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ആയിക്കോളും. അപ്പോൾ കറി ഇന്ന് വെണ്ടക്ക ഉണ്ടായിരുന്നു. അപ്പോൾ വെണ്ടക്ക പുളിയും മുളകും പയറുപ്പേരിയും വെക്കാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. ഞാൻ മീനും ഇതൊന്നും വാങ്ങാൻ പോയിട്ടില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെയും വേണമല്ലോ നമ്മൾ കഴിക്കുക. അപ്പോൾ വെണ്ടക്ക മുളകിടാനുള്ളതൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ചട്ടിയും അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കുറച്ച് കടുക്, കുറച്ച് ഉലുവ ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിയും പച്ചമുളകും വെണ്ടയ്ക്കയും കൂടെ ഞാൻ അതിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം തക്കാളി ഇടുക. നമ്മളൊരു മീൻ മുളകിടുന്നതിൻ്റെ ആ ഒരു രീതിയിലായിട്ട് വരും കേട്ടോ. സംഭവം നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ലോണം വാടി വന്നപ്പോൾ ഞാൻ തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ.
ഇനി ഓരോ സ്ഥലത്തും ചിലപ്പം പല സ്ഥലത്തും പല രീതിയിലായിരിക്കും വെക്കുക. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെണ്ടക്ക പുളിമുളക് ഇടൽ. അപ്പോൾ അത് വാടി വരുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ഒന്ന് പയർ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, പയറുപ്പേരിക്കുള്ളത്. അപ്പോൾ അതും അപ്പുറത്തെ അടുപ്പിൽ ഉപ്പേരിയും ഇപ്പുറത്തെ അടുപ്പിൽ നിന്ന് കറിയും ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ രണ്ടും കൂടെ അങ്ങോട്ട് ആയാൽ വേഗം നമ്മളെ പണികൾ അങ്ങോട്ട് തീരുമല്ലോ. വെണ്ടക്ക തക്കാളി ഉള്ളി ഇതെല്ലോണം നല്ലോണം വാടി വന്നപ്പോൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളകും പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കറി ഒന്ന് അവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് നല്ലോണം തിളച്ച് വന്ന് വേണമെങ്കിൽ ഒരിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഉറ്റിച്ചിട്ട് ഒന്ന് ഓഫാക്കിയാൽ കറിയും ഉപ്പേരിയും ഒക്കെ അങ്ങോട്ട് ആയിക്കോളും. ഉപ്പേരി അപ്പുറത്തെ അടുപ്പിലും കറി ഇപ്പുറത്തെ അടുപ്പിലും വെച്ചിനി കേട്ടോ. ഇന്ന് വീട് മൊത്തം എന്തോ ഒരു മങ്ങൽ പോലെ ഒരു പുക പോലെ തോന്നുന്നുണ്ട്. എന്താണാവോ വീടിൻ്റെ ഉള്ളിലേക്ക് മൊത്തത്തിൽ കാലാവസ്ഥ ഒരു ഇരുട് മൂടിയ പോലെ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ആകെ ഒരു മഞ്ഞ് മൂടിയ പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ രാവിലെ മുതൽ തന്നെ പെരൻ്റെ ഉള്ളിലേക്ക്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ജനലും കാര്യങ്ങളൊന്നും തുറന്നിടാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ലൈറ്റിൻ്റെ ആ ഒരു വെളിച്ചം തന്നെയാണ് കേട്ടോ നമ്മളിതിലുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് വീഡിയോയിലും അങ്ങനെ ഒരു ക്ലിയർ കുറവായിട്ട് നിങ്ങൾക്ക് തോന്നണേ. പിന്നെ ചോറും ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, ചോറ് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല കട്ടൻ ചായയും വെച്ച് പഴമൊക്കെ പുഴുങ്ങി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.